ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകൻ, അധ്യാപകന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, PTA ഭാരവാഹികളെ, ഈ കാലം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക സുരക്ഷ എന്ന വിഷയത്തിൽ കേരള വ്യാപകമായി ബോധവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ സ്കൂളിലും ബോധവൽക്കരണം നടത്തുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അതിന് നമ്മുടെ കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അവരുടെ അഭാവത്തിൽ അവരെ സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ സാമൂഹിക സുരക്ഷ എന്ന വിഷയം നമ്മളിന്ന് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ ഈ ക്ലാസ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രധാന അധ്യാപകൻ, അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഈ കലാലയത്തിലെ വിദ്യാർത്ഥിനികളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കുട്ടികളായ നിങ്ങളിലെ ഈ കാലഘട്ടത്തിൽ സാമൂഹിക അവബോധം വളർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ വരും വരായികൾ ചിന്തിക്കാതെ പല തെറ്റായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല, കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുട്ടികളെ സ്കൂളിൻ്റെ പരിസരത്തു നിന്ന് ഓമനി വാനിൽ വന്ന ഒരു കൂട്ടം ആൾക്കാർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, സ്കൂൾ വിടുന്ന സമയത്ത് കുട്ടികളെ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ലോറികളിലും മറ്റു ബൈക്കുകളിലും വാഹനങ്ങളിലൊക്കെ കൈ കാണിച്ച് അതിൽ കയറി അവരെ മറ്റു മാർഗങ്ങൾക്ക് വേണ്ടി ഈ ആൾക്കാർ കൊണ്ടുപോയി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ പേപ്പറുകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മാതൃഭൂമി പേപ്പറിൽ തന്നെയുണ്ട്, കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുട്ടികളെ ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുപോയി അവിടെ കുട്ടികളെ ഭിക്ഷയെടുപ്പിക്കുന്ന ഒരു സമ്പ്രദായം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തെറ്റായ മാർഗത്തിൽ നിങ്ങൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പേപ്പറിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ ഈ പ്രദേശത്ത് ഈ കഴിഞ്ഞ കാലത്ത് കൊല്ലപ്പെട്ട നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിനി അനു എന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് തന്നെ മകൾ നഷ്ടപ്പെട്ട വേദന നമുക്ക് ഏവർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ. ഈ ഒരു സാമൂഹ്യ വിപത്തിനെതിരെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിങ്ങൾക്ക് സാമൂഹിക അവബോധം വളർത്തുന്നതിന് വേണ്ടി കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഈ സ്കൂളിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2 ആഴ്ച മുമ്പ് നമ്മുടെ ഈ പ്രദേശത്ത് ഈ ഒരു രീതിയിൽ അപകടം സംഭവിച്ച് കൊല്ലപ്പെട്ട അനു എന്ന പെൺകുട്ടിയുടെ പിതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വേദന നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ഈ മൈക്ക് പോയിന്റിലേക്ക് ക്ഷണിക്കുന്നു.
ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ മക്കളെ, ഈ അച്ഛൻ ഇന്നിവിടെ വന്നത് ഈ അച്ഛന്റെ ഒരു സങ്കടം നിങ്ങളോട് പറയാനാണ്. ഇക്കുണ്ടായിരുന്ന ഒരേ ഒരു പൊന്നുമോള് കുറച്ച് ദിവസം മുമ്പ് എന്നെ വിട്ടുപോയി. കളിച്ചു ചിരിച്ച് ഒരു ദിവസം സ്കൂളിലേക്ക് പോയതാണ് എൻ്റെ കുട്ടി. മോളെ, ഉച്ചക്ക് ചോറ് മുഴുവൻ കഴിക്കണോട്ടാ. ശരി അച്ഛാ. മോളെ, അനുമോളെ, എന്താ അച്ഛാ? മോള് പറഞ്ഞതെല്ലാം ഇതിലുണ്ട്, എടുത്തു വെച്ചോട്ടോ. ശരി അച്ഛാ. മോളെ, മോളെ, ഈ പെണ്ണിത് എവിടെ പോയി? ചേച്ചേ, ചേച്ചേ, എന്തേ രാമോ? അനുമോള് ഇവിടേക്കേറ്റ് വന്നാ? ഇല്ല. എന്തേ? മോൾ ഇതുവരെ വന്നില്ല. അവിടൊക്കെ നോക്കിയോ? ഞാൻ എല്ലായിടത്തും നോക്കി, അവിടെ എവിടെ എന്റെ കുട്ടിയെ കാണാനില്ല. വല്ല വിവരം കിട്ടിയാ? എന്താ രാമേട്ടാ, ഇത്രയും നേരമായില്ല രാമേട്ടാ? നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം. രാമേട്ടാ വാ. ഹലോ, അതെ, എവിടെ സാർ? അതെ അതെ. നിങ്ങൾ കുറച്ച് കുട്ടികൾക്ക് തോന്നും ഈ അച്ഛനിതെന്തിനാ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്ത്? 10-14 വയസ്സ് വരെ അമ്മ പോലും ഇല്ലാതെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയ എന്റെ പൊന്നുമോള്
ഈ അച്ഛനുണ്ടായ ഒരവസ്ഥ ഒരിക്കലും നിങ്ങൾ കാരണം നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടായിക്കൂടാ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് നിങ്ങളെ നേരിൽ കണ്ട് ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള പോലീസ് ഇന്നിങ്ങനെ വേദി ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ നിങ്ങളറിയാതെ നിങ്ങൾക്ക് വിനയാകുന്നുണ്ട്. നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങളാണ് ഒരുപക്ഷെ നിങ്ങളെ വലിയ ആപത്തിൽ ചെന്നെത്തിക്കുന്നത്. 2 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ദാരുണമായി കൊല്ലപ്പെട്ടത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും. സ്വന്തം മകളെ നഷ്ടപ്പെട്ട ഒരച്ഛൻ്റെ ദുഃഖം അല്പം മുമ്പ് ആ അച്ഛൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾ അറിഞ്ഞതാണ്. ആ കൊലക്കേസിൻ്റെ അന്വേഷണ ചുമതല എനിക്കാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോണ സമയത്ത് അതിനേക്കാൾ ഗൗരവമേറിയ മറ്റൊരു കാര്യം ഞങ്ങളുടെ കണ്ണിൽ പെടുകയുണ്ടായി. കണ്ട സാറേ ഈ പിള്ളേർ കാണിക്കുന്ന ഒരു പണി. വീട്ടിൽ നിന്ന് ബസ്സിനാന്നും പറഞ്ഞ് കാശ് മേടിച്ച് പോരും. അതിന് കടയിൽ നിന്ന് വല്ല മിഠായി മേടിച്ച് കഴിക്കും. എന്നിട്ട് വല്ലവൻ്റെ വണ്ടിയമ്മ കയറി പോവുകയും ചെയ്യും. നമ്മൾ ഈ പെൺപിള്ളേരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ ആൺപിള്ളേരുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശരിയാ സാർ, ശ്രദ്ധിക്കണം. പേപ്പേഴ്സ് എല്ലാം ഉണ്ടോടാ? ഉണ്ട് സാർ. ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്തേക്ക് ചെല്ല്. അങ്ങോട്ടേ അല്ലേ? എവിടെ ലേശം കാണിക്ക്. ഹെൽമെറ്റ് ഇല്ലേ? ഉണ്ട് സാർ. പോയി എടുത്തിട്ട് വാ. ഓക്കെ, ശരി സാർ. ഇനി വെക്കോ.
ഇതിന്റെ കൈ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം. പറയടാ. ഞാൻ പറഞ്ഞോളൂ സാർ. സാറെത്തി. എന്തായി, ഇവന്മാർ വല്ലതും പറഞ്ഞോ? ഓ സാർ. അതെല്ലാം നിങ്ങൾ സമ്മതിച്ചു. പി സി, നീ പറയുന്നില്ലടാ. സാർ, ഞങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടുവന്നു, വണ്ടി കയറ്റണം, അതൊക്കെ ശരിയാണ് സാർ. പക്ഷേ കൊണ്ടുവരുന്ന കുട്ടികളെല്ലാം ഞങ്ങളിൽ നിന്ന് മുഴുവൻ കൊണ്ടുപോകണം ഇയാളാണ് സാർ. അവര് പറയുന്നല്ല നീ കേട്ടില്ല. അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കുട്ടികളെ നീ എന്താ ചെയ്യുന്നത്? ഞാൻ പറയാം സാർ. കുട്ടികൾ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിലുള്ള ഭിക്ഷാടന മാഫിയക്കാരെയും അവയവ മാഫിയക്കാരെയും ഞാൻ ഫോണിൽ ബന്ധപ്പെടും. അവരുമായി വിലപേശി കരാർ ഉറപ്പിക്കും. അവർ വന്ന് കാശ് തന്നിട്ട് കുട്ടികളെ കൊണ്ടുപോകും. നീയൊക്കെ ഇങ്ങനെ ഓരോ തമ്മാർത്തങ്ങൾ ചെയ്യുമ്പോൾ ഈ നാട്ടിലെ എത്ര രക്ഷിതാക്കള് കണ്ണീരൊഴുക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? പാപങ്ങൾ ഒരുപാട് ചെയ്തല്ലേ, ഇനി കുറച്ചു കാലം ഉള്ളി കിടക്കും. എൻ്റെ സാറേ, ഇപ്പം ഞങ്ങളെ കൊണ്ടുപോയി അകത്തിട്ടാലും ഒരുപാട് കാലം ഞങ്ങൾ അകത്ത് കിടക്കില്ല. എടാ, ഞാനും കാത്തിരിക്കുന്നത് അതിന് തന്നെ. ഇനി ഇറക്കാൻ വരുന്നവരെ എനിക്കൊന്ന് കാണണം. പക്ഷേ വീട്ടിൽ നിന്നും ബസ്സിനായി കാശ് കൊടുക്കും. കടയിൽ കയറി മിഠായി മേടിച്ചും മറ്റും വാങ്ങി വഴിയെ പോകുന്ന വാഹനങ്ങൾക്ക് കൈ കാണിച്ച് സ്കൂളിലേക്ക് കയറും. ഇതിലേറ്റവും രസകരമായ കാര്യം, ഒരു കൂട്ടമായി നിന്നാൽ ഞങ്ങളെ ആരും കയറ്റിക്കൊണ്ടുപോകില്ല എന്ന് കരുതി ഇവർ തന്നെ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കി ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി മാറി നിൽക്കുന്നു. എന്നിട്ട് പല പല വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്നു. ഒരു മുൻപരിചയമില്ലാത്തവരുടെ കൂടെയാണ് നിങ്ങൾ കയറിപ്പോകുന്നത്. ഈ കൊണ്ടുപോകുന്നവരിൽ എത്ര പേർ നല്ലവരുണ്ടെന്ന് ആർക്കറിയാം? ഈ കൊണ്ടുപോകുന്നവർ അവരുടെ മറ്റാവശ്യങ്ങൾ കഴിഞ്ഞ ശേഷം കുട്ടികളുടെ ആന്തരിക അവയവങ്ങൾ അപഹരിക്കുകയും അവരെ കുറ്റിക്കാടുകളിലും റോഡരികിലും തള്ളുന്ന വാർത്തകൾ നാം പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നവരാണ്. നിങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ അവസരം കാത്തു നിൽക്കുന്നവർക്ക് അതിനുള്ള വഴി നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രൂപത്തിലും മറ്റും നിങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദനയാണ് അല്പം മുമ്പ് ഒരച്ഛൻ നിങ്ങളോട് പറഞ്ഞു തന്നത്. സത്യത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. മടികൊണ്ടും പേടികൊണ്ടും പറയുന്നില്ല നിങ്ങൾ. അങ്ങനെയുള്ള വല്ല അനുഭവങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് തുറന്നു പറയണം. നിങ്ങൾ ആരെയും ഭയക്കണ്ട. നിങ്ങൾക്ക് സംരക്ഷണം തരാൻ ഞങ്ങളുണ്ട്. ആരുമില്ല? നിങ്ങളൊരു കാര്യം ഓർക്കുക. ഈ സാഹചര്യത്തിൽ നിന്ന് ഒരുപക്ഷെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടാവാം.
നാളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനൊരവസ്ഥ വന്നാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് എന്നെങ്കിലും നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മടിയും ഒരു പേടിയും കൂടാതെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ അറിയിക്കുക. അവർ ഞങ്ങളെ അറിയിക്കട്ടെ. കണ്ടില്ലേ, അനുഭവസ്ഥരുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞപ്പോ അവരെഴുന്നേറ്റില്ല. അവരെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞപ്പോ അവരെഴുന്നേറ്റു. ഈ സ്നേഹം, ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സ്നേഹത്തോടു കൂടി വേണം നിങ്ങൾ വളരാൻ. ഈ സ്നേഹത്തോടു കൂടി വേണം നിങ്ങൾ ജീവിക്കാൻ. അതാണ് നമ്മുടെയും നമ്മുടെ നാടിന്റെയും കെട്ടുറപ്പ്. ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.